ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വാചകങ്ങൾ ഉണ്ടാക്കുന്നത്, ഡയലോഗ്സ് ഉണ്ടാക്കുന്നത് നോക്കാം. ഉദാഹരണത്തിന്, അവൻ എന്നെ പോലെ തന്നെ ബുദ്ധിമാനാണ്, അവൾക്ക് ഞങ്ങളുടെ പോലെ തന്നെ ദുഃഖമുണ്ട് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയണം. അപ്പോൾ അവൻ എന്നെ പോലെ തന്നെ ബുദ്ധിമാനാണ് എന്ന് പറയാൻ, ബുദ്ധിമാനാണ് ബ്രൈറ്റ്, ഹീസ് ആസ് ബ്രൈറ്റ് ആസ് മീ. അവൻ എന്നെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ആസ് എന്നാണ് ചേർക്കുന്നത്. നൗണിൻ്റെ കൂടെ ആസ് എന്ന് ചേർക്കുന്നു. അവിടെ നൗണാണ് എന്ത്? ബ്രൈറ്റ്. ഇനി നമ്മൾ ആ സബ്ജക്റ്റിനെ, ആദ്യത്തെ സബ്ജക്റ്റ്, 2 സബ്ജക്റ്റ് വരുന്നുണ്ട്, ഹീ വരുന്നുണ്ട്, മീ വരുന്നുണ്ട്. ഹീ നമ്മൾ മാറ്റിയാണ്, മീ മാറ്റുന്നില്ല, ഹീ മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വരുന്നത് ഐ ആണ്. ഐ ആസ് ബ്രൈറ്റ് ആസ് മീ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അപ്പോൾ യു ആർ ആസ് ബ്രൈറ്റ് ആസ് മീ, നീ എന്നെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ദേ ആർ ആസ് ബ്രൈറ്റ് ആസ് മീ, അവർ എന്നെ പോലെ തന്നെ ബുദ്ധിമാന്മാരാണ്. ഫ്രണ്ട്സ് ആർ ആസ് ബ്രൈറ്റ് ആസ് മീ, സുഹൃത്തുക്കൾ എന്നെ പോലെ തന്നെ ബുദ്ധിമാന്മാരാണ്. ഷീസ് ആസ് ബ്രൈറ്റ് ആസ് മീ, അവള് എന്നെ പോലെ തന്നെ ബുദ്ധിമതിയാണ്. ഫ്രണ്ട് ഈസ് ആസ് ബ്രൈറ്റ് ആസ് മീ, ഫ്രണ്ട് എന്നെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ബൈജു ഈസ് ആസ് ബ്രൈറ്റ് ആസ് മീ, ബൈജു എന്നെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ഇനി നമ്മൾ ആ മീ മാറ്റുകയാണെങ്കിലോ, ഹീ മാറ്റുന്നില്ല, ഹീസ് ആസ് ബ്രൈറ്റ് ആസ് മീ, അവൻ എന്നെ പോലെ ബുദ്ധിമാനാണ് എന്ന് പറയുന്നതിന് പകരം മീയെ മാറ്റാണ്. ഹീസ് ആസ് ബ്രൈറ്റ് ആസ് യു, അവൻ എന്നെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ഹീസ് ആസ് ബ്രൈറ്റ് ആസ് അസ്, അവൻ ഞങ്ങളെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ഹീസ് ആസ് ബ്രൈറ്റ് ആസ് ദം, അവൻ അവരെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ഹീസ് ആസ് ബ്രൈറ്റ് ആസ് ഫ്രണ്ട്സ്, അവൻ ഫ്രണ്ട്സിനെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ഹീസ് ആസ് ബ്രൈറ്റ് ആസ് ഹിം, അവൻ അവനെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ഹീസ് ആസ് ബ്രൈറ്റ് ആസ് ഹർ, അവൻ അവളെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ഹീസ് ആസ് ബ്രൈറ്റ് ആസ് ഇറ്റ്, അവൻ അതിനെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ഹീസ് ആസ് ബ്രൈറ്റ് ആസ് ടീച്ചർ, അവൻ ടീച്ചറുടെ പോലെ തന്നെ ബുദ്ധിമാനാണ്. ഹീസ് ആസ് ബ്രൈറ്റ് ആസ് രഞ്ജിത്ത്, അവൻ രഞ്ജിത്തിനെ പോലെ ബുദ്ധിമാനാണ്. ഇനി ഷീസ് ആസ് സാഡ് ആസ് അസ്, എന്താ അതിൻ്റെ അർത്ഥം? അവൾ ഞങ്ങളുടെ പോലെ തന്നെ ദുഃഖിതയാണ്. അപ്പോൾ നമ്മൾ ഷീ മാറ്റിയാണ്. യു ആർ ആസ് സാഡ് ആസ് അസ്, നീ ഞങ്ങളെ പോലെ തന്നെ ദുഃഖിതരാണ്. ദേ ആർ ആസ് സാഡ് ആസ് അസ്, അവർ ഞങ്ങളെ പോലെ തന്നെ ദുഃഖിതരാണ്. ഫ്രണ്ട്സ് ആർ ആസ് സാഡ് ആസ് അസ്, ഫ്രണ്ട്സ് ഞങ്ങളെ പോലെ തന്നെ ദുഃഖിതരാണ്. ഈ സാഡ് ആസ് അസ്, ആസ് സാഡ് ആസ് അസ്, അവൻ ഞങ്ങളെ പോലെ തന്നെ ദുഃഖിതനാണ്. ഇറ്റ് ഈസ് ആസ് സാഡ് ആസ് അസ്, അത് ഞങ്ങളെ പോലെ തന്നെ ദുഃഖിതനാണ്. ഫ്രണ്ട് ഈസ് ആസ് സാഡ് ആസ് അസ്, ഫ്രണ്ട് ഞങ്ങളെ പോലെ തന്നെ ദുഃഖിതനാണ്. ബൈജു ഈസ് ആസ് സാഡ് ആസ് അസ്, ബൈജു ഞങ്ങളെ പോലെ തന്നെ ദുഃഖിതനാണ്. ഇനി അസിനെ നമ്മൾ മാറ്റാം. ഈ ഷീ എന്ന് മാറ്റുന്നില്ല. ഷീസ് ആസ് സാഡ് ആസ് മീ, അവൾ എന്നെ പോലെ തന്നെ ദുഃഖിതയാണ്. ഷീസ് ആസ് സാഡ് ആസ് യു, അവൾ എന്നെ പോലെ ദുഃഖിതയാണ്. ഷീസ് ആസ് സാഡ് ആസ് അസ്, അവൾ ഞങ്ങളെ പോലെ തന്നെ ദുഃഖിതയാണ്. ഷീസ് ആസ് സാഡ് ആസ് ഫ്രണ്ട്സ്, അവൾ ഫ്രണ്ട്സിനെ പോലെ തന്നെ ദുഃഖിതയാണ്. ഷീസ് ആസ് സാഡ് ആസ് ഹിം, അവൾ അവനെ പോലെ തന്നെ ദുഃഖിതയാണ്. ഷീസ് ആസ് സാഡ് ആസ് ഹെർ, അവൾ അവളെ പോലെ തന്നെ ദുഃഖിതയാണ്. ഷീസ് ആസ് സാഡ് ആസ് ഇറ്റ്, അവൾ അതിനെ പോലെ തന്നെ ദുഃഖിതയാണ്. ഷീസ് ആസ് സാഡ് ആസ് ഫ്രണ്ട്, അവൾ ഫ്രണ്ടിനെ പോലെ തന്നെ ദുഃഖിതയാണ്. ഷീസ് ആസ് സാഡ് ആസ് രഞ്ജിത്ത്, അവൾ രഞ്ജിത്തിനെ പോലെ തന്നെ ദുഃഖിതയാണ്. ഇനി അതേപോലെ തന്നെ ഞാൻ അവനെ പോലെ തന്നെ പതുക്കെയാണ്. ഐ ആം ആസ് സ്ലോ ആസ് ഹിം, സ്ലോ ആസ് ഹിം, ഐ ആം ആസ് സ്ലോ ആസ് ഹിം, ഞാൻ അവനെ പോലെ തന്നെ പതുക്കെയാണ്. ഇനി നമ്മൾ ഐ മാറ്റിയാണ്. യു ആർ ആസ് സ്ലോ ആസ് ഹിം, നീ അവനെ പോലെ തന്നെ പതുക്കെയാണ്. വി ആർ ആസ് സ്ലോ ആസ് ഹിം, ഞങ്ങൾ അവനെ പോലെ തന്നെ പതുക്കെയാണ്. ദേ ആർ ആസ് സ്ലോ ആസ് ഹിം, അവർ അവനെ പോലെ തന്നെ പതുക്കെയാണ്. ഫ്രണ്ട്സ് ആർ ആസ് സ്ലോ ആസ് ഹിം, ഫ്രണ്ട്സ് അവനെ പോലെ തന്നെ പതുക്കെയാണ്. ഹീസ് ആസ് സ്ലോ ആസ് ഹിം, അവനെ പോലെ തന്നെ പതുക്കെയാണ്. ഷീസ് ആസ് സ്ലോ ആസ് ഹിം, അവൾ അവനെ പോലെ തന്നെ പതുക്കെയാണ്. ഇറ്റ് ഈസ് ആസ് സ്ലോ ആസ് ഹിം, അത് അവനെ പോലെ തന്നെ പതുക്കെയാണ്. ഫ്രണ്ട് ഈസ് ആസ് ലോ ആസ് ഹിം, ഫ്രണ്ട് അവനെ പോലെ തന്നെ പതുക്കെയാണ്. ബൈജു ഈസ് ആസ് സ്ലോ ആസ് ഹിം, ബൈജു അവനെ പോലെ തന്നെ പതുക്കെയാണ്. ഇനി ഹിമ്മ് മാറ്റാണ്. അതായത് ഐ ആം ആസ് ലോ ആസ് ഹിം, ഞാൻ അവനെ പോലെ തന്നെ പതുക്കെയാണ്. ഐ ആം ആസ് ലോ ആസ് യു, ഞാൻ എന്നെ പോലെ തന്നെ പതുക്കെയാണ്. ഐ ആം ആസ് ലോ ആസ് ദം, ഞാൻ അവരെ പോലെ തന്നെ പതുക്കെയാണ്. ഐ ആം ആസ് ലോ ആസ് ഫ്രണ്ട്സ്, ഞാൻ ഫ്രണ്ട്സിനെ പോലെ തന്നെ പതുക്കെയാണ്. ഐ ആം ആസ് ലോ ആസ്
ഹർ, ഞാൻ അവളെ പോലെ തന്നെ പതുക്കെയാണ്. ഐ ആം ആസ് ലോ ആസ് ഇറ്റ്, ഞാൻ അതിനെ പോലെ തന്നെ പതുക്കെയാണ്. ഐ ആം ആസ് ലോ ആസ് ഫ്രണ്ട്, ഞാൻ ഫ്രണ്ടിനെ പോലെ തന്നെ പതുക്കെയാണ്. ഐ ആം ആസ് ലോ ആസ് ബൈജു, ഞാൻ ബൈജുവിനെ പോലെ തന്നെ പതുക്കെയാണ്. ഇനി നമുക്ക് പറയണം, നീ അവളെ പോലെ തന്നെ ദയുള്ള ആളാണ്. യു ആർ ആസ് കൈൻഡ് ആസ് ഹർ, യു ആർ ആസ് കൈൻഡ് ആസ് ഹർ, നീ അവളെ പോലെ തന്നെ ദയുള്ള ആളാണ്. ഇനി നമ്മൾ യു മാറ്റിയാണ്. ഐ ആം ആസ് കൈൻഡ് ആസ് ഹർ, ഞാൻ അവളെ പോലെ തന്നെ ദയുള്ള ആളാണ്. വി ആർ ആസ് കൈൻഡ് ആസ് ഹർ, ഞങ്ങൾ അവളെ പോലെ തന്നെ ദയുള്ളവരാണ്. ദേ ആർ ആസ് കൈൻഡ് ആസ് ഹർ, അവർ അവളെ പോലെ തന്നെ ദയുള്ളവരാണ്. ടീച്ചേഴ്സ് ആർ ആസ് കൈൻഡ് ആസ് ഹർ, ടീച്ചേഴ്സ് അവളെ പോലെ തന്നെ ദയുള്ളവരാണ്. ഹീസ് ആസ് കൈൻഡ് ആസ് ഹർ, അവൻ അവളെ പോലെ തന്നെ ദയുള്ള ആളാണ്. ഷീസ് ആസ് കൈൻഡ് ആസ് ഹർ, അവളെ പോലെ തന്നെ ദയുള്ളവരാണ്. ഇറ്റ് ഈസ് ആസ് കൈൻഡ് ആസ് ഹർ, അത് അവളെ പോലെ തന്നെ ദയുള്ളവരാണ്. ടീച്ചർ ഈസ് ആസ് കൈൻഡ് ആസ് ഹർ, ടീച്ചർ അവളെ പോലെ തന്നെ ദയുള്ളവളാണ്. ബൈജു ഈസ് ആസ് കൈൻഡ് ആസ് ഹർ, ബൈജു അവളെ പോലെ തന്നെ ദയുള്ളവനാണ്. ഇനി ഹെർ നമ്മൾ മാറ്റുകയാണ്, യു മാറ്റുന്നില്ല. യു ആർ ആസ് കൈൻഡ് ആസ് ഹർ, നീ അവളെ പോലെ തന്നെ ദയയുള്ളവനാണ് എന്ന് പറയുന്നതിന് പകരം ഹെർ മാറ്റുകയാണ്. യു ആർ ആസ് കൈൻഡ് ആസ് മീ, നീ എന്നെ പോലെ തന്നെ ദയുള്ളവനാണ്. ദേ ആർ ആസ് കൈൻഡ് ആസ് മീ, ദേ ആർ ആസ് കൈൻഡ് ആസ് ഹെർ, അവർ അവളെ പോലെ തന്നെ. നമ്മളിനി ഹെറാണ് മാറ്റുന്നത്. അപ്പോൾ ദേ ആർ ആസ് കൈൻഡ് ആസ് യു, അവർ എന്നെ പോലെ തന്നെ ബുദ്ധി, അല്ലെങ്കിൽ നമ്മളൊന്നുകൂടി പറയും, യു ആർ ആസ് കൈൻഡ് ആസ് ഹെർ, നീ അവളെ പോലെ തന്നെ ദയുള്ളവനാണ് എന്ന് പറയുന്നത്. നമ്മൾ ഹെറ മാറ്റുന്നില്ല, ഇനി ഹെർ മാറ്റിയാണ്, യു മാറ്റുന്നില്ല. സോ ഐ ആം ആസ് കൈൻഡ് ആസ് ഹെർ, ഞാൻ അവളെ പോലെ തന്നെ ദയുള്ളവനാണ്. വി ആർ ആസ് കൈൻഡ് ആസ് ഹെർ, ഞങ്ങൾ അവളെ പോലെ ദയുള്ളവരാണ്. ദേ ആർ ആസ് കൈൻഡ് ആസ് ഹെർ, അവർ അവളെ പോലെ തന്നെ ദയുള്ളവരാണ്. ഇത് നമ്മൾ നേരത്തെ ഇങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഹെറിനെയാണ് നമ്മൾ മാറ്റുന്നത്. യു ആർ ആസ് കൈൻഡ് ആസ് മീ, നീ എന്നെ പോലെ ദയുള്ളവനാണ്. യു ആർ ആസ് കൈൻഡ് ആസ് അസ്, നീ ഞങ്ങളെ പോലെ ദയുള്ളവനാണ്. യു ആർ ആസ് കൈൻഡ് ആസ് അസ്, നീ ഞങ്ങളെ പോലെ ദയുള്ളവനാണ്. യു ആർ ആസ് കൈൻഡ് ആസ് ടീച്ചേഴ്സ്, നീ ടീച്ചേഴ്സിനെ പോലെ ദയുള്ളവനാണ്. യു ആർ ആസ് കൈൻഡ് ആസ് ഹിം, നീ അവനെ പോലെ ദയുള്ളവനാണ്. യു ആർ ആസ് കൈൻഡ് ആസ് ഇറ്റ്, നീ അതിനെ പോലെ ദയുള്ളവനാണ്. യു ആർ ആസ് കൈൻഡ് ആസ് ഫ്രണ്ട്, നീ ഫ്രണ്ടിനെ പോലെ ദയുള്ളവനാണ്. യു ആർ ആസ് കൈൻഡ് ആസ് ബിജു, നീ ബിജുവിനെ പോലെ ദയുള്ളവനാണ്. അപ്പോൾ ഒരേപോലെയാണ് എന്ന് പറയാൻ ആസ്, നൗൺ ആസ്, അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇനീക്വാലിറ്റി, അങ്ങനെയല്ല, അത്രയല്ല എന്ന് പറയണം. ഉദാഹരണത്തിന്, അവൻ എൻ്റെ അത്ര മടിയനല്ല, അവൾ എൻ്റെ അത്ര ഞങ്ങളത്ര കൗശലക്കാരിയല്ല എന്നൊക്കെ പറയണം. അവിടെ നമ്മൾ പ്രയോഗിക്കുന്നത് നോട്ട് സോ ആസ് ആണ്. നോട്ട് സോ നൗൺ ആസ്. ഉദാഹരണത്തിന്, അവൻ എൻ്റെ അത്ര മടിയനല്ല. ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് മീ. അവൻ എൻ്റെ അത്ര മടിയനാണെന്ന് പറയാൻ നമ്മൾ നേരത്തെ പഠിച്ചത് ഹി ആസ് ആസ് ലേസി ആസ് മീ. ഹീ ഈസ് ആസ് ലേസി ആസ് മീ. എൻ്റെ അത്ര മടിയനല്ല എന്ന് പറയാനോ ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് മീ. അപ്പം ഇനി നമ്മൾ ഹീ മാറ്റുകയാണ്. യു ആർ നോട്ട് സോ ലേസി ആസ് മീ, നീ എൻ്റെ അത്ര മടിയനല്ല. ദേ ആർ നോട്ട് സോ ലേസി ആസ് മീ, അവരെൻ്റെ അത്ര മടിയനല്ല. ഫ്രണ്ട്സ് ആർ നോട്ട് സോ ലേസി ആസ് മീ, ഫ്രണ്ട്സ് എൻ്റെ അത്ര മടിയനല്ല. ഷീ ഈസ് നോട്ട് സോ ലേസി ആസ് മീ, അവൾ എൻ്റെ അത്ര മടിയത്തിയല്ല. ഇറ്റ് ഈസ് നോട്ട് സോ ലേസി ആസ് മീ, അത് എൻ്റെ അത്ര മടിയനല്ല. ബൈജു ഈസ് നോട്ട് സോ ലേസി ആസ് മീ, ബൈജു എൻ്റെ അത്ര മടിയനല്ല. ടീച്ചർ ഈസ് നോട്ട് സോ ലേസി ആസ് മീ, ടീച്ചർ എൻ്റെ അത്ര മടിയനല്ല. ഇനി നമ്മൾ മീ മാറ്റിയാണ്. ഹീ മാറ്റുന്നില്ല. ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് മീ എന്നുള്ളത് ഹീ മാറ്റുന്നില്ല, മീ മാറ്റുന്നു. അവൻ അല്ല എന്ന് പറയുന്നു. ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് യു, അവൻ എൻ്റെ അത്ര മടിയനല്ല. ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് അസ്, അവൻ ഞങ്ങളുടെ അത്ര മടിയനല്ല. ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് ദം, അവൻ അവരുടെ അത്ര മടിയനല്ല. ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് ഫ്രണ്ട്സ്, അവൻ ഫ്രണ്ട്സിൻ്റെ അത്ര മടിയനല്ല. ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് ഹിം, അവൻ അവൻ്റെ അത്ര മടിയനല്ല. ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് ഹെർ, അവൻ അവളുടെ അത്ര മടിയനല്ല. ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് ഇറ്റ്, അവൻ അതിൻ്റെ അത്ര മടിയനല്ല. ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് ബൈജു, അവൻ ബൈജുവിൻ്റെ അത്ര മടിയനല്ല. ഹീ ഈസ് നോട്ട് സോ ലേസി ആസ് ഫ്രണ്ട്, അവൻ ഫ്രണ്ടിൻ്റെ അത്ര മടിയനല്ല. ഇനി നമുക്ക് അവള് ഞങ്ങളെ പോലെ
അത്ര കൗശലക്കാരിയല്ല. ഷീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് അസ്. നമ്മൾ ഷീ മാറ്റാണ്. യു ആർ നോട്ട് സോ ക്ലവർ ആസ് അസ്. നീ ഞങ്ങളുടെ അത്ര മടിയനല്ല. ദേ ആർ നോട്ട് സോ ക്ലവർ ആസ് അസ്. അവർ ഞങ്ങളുടെ അത്ര കൗശലക്കാരല്ല. ഫ്രണ്ട്സ് ആർ നോട്ട് സോ ക്ലവർ ആസ് അസ്. ഫ്രണ്ട്സ് ഞങ്ങളുടെ അത്ര കൗശലക്കാരല്ല. ഹീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് അസ്. അവൻ ഞങ്ങളുടെ അത്ര കൗശലക്കാരനല്ല. ഷീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് അസ്. അവൾ ഞങ്ങളുടെ അത്ര കൗശലക്കാരിയല്ല. ഇറ്റ് ഈസ് നോട്ട് സോ ക്ലവർ ആസ് അസ്. അത് ഞങ്ങളുടെ അത്ര കൗശലക്കാരനല്ല. ഫ്രണ്ട് ഈസ് നോട്ട് സോ ക്ലവർ ആസ് അസ്. ഫ്രണ്ട് ഞങ്ങളുടെ അത്ര കൗശലക്കാരനല്ല. ബൈജു ഈസ് നോട്ട് സോ ക്ലവർ ആസ് അസ്. ബൈജു ഞങ്ങളുടെ അത്ര കൗശലക്കാരനല്ല. ഇനി ഷീ മാറ്റുന്നില്ല, അപ്പുറത്ത് അസ് മാറ്റുക. ഷീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് അസ് എന്നുള്ളത് ഷീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് മീ. അവൾ എൻ്റെ അത്ര കൗശലക്കാരിയല്ല. ഷീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് യു. അവൾ എൻ്റെ അത്ര കൗശലക്കാരിയല്ല. ഷീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് ദം. അവൾ അവരുടെ അത്ര കൗശലക്കാരിയല്ല. ഷീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് ഫ്രണ്ട്സ്. അവൾ ഫ്രണ്ട്സിൻ്റെ അത്ര കൗശലക്കാരിയല്ല. ഷീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് ഹിം. അവൾ അവൻ്റെ അത്ര കൗശലക്കാരിയല്ല. ഷീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് ഹിസ്. അവൾ അതിൻ്റെ അത്ര കൗശലക്കാരിയല്ല. ഷീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് ഫ്രണ്ട്. ഫ്രണ്ടിൻ്റെ അത്ര കൗശലക്കാരിയല്ല അവൾ. ഷീ ഈസ് നോട്ട് സോ ക്ലവർ ആസ് ബൈജു. അവൾ ബൈജുവിൻ്റെ അത്ര കൗശലക്കാരിയല്ല. ഇനി നീ അവളുടെ അത്ര കൃത്യനിഷ്ഠത ഉള്ളവളല്ല, അവൻ അല്ല. യു ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഹർ. യു മാറ്റാണ്. ഐ എം നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഹർ. ഞാൻ അവളുടെ അത്ര കൃത്യനിഷ്ഠത ഉള്ള ആളല്ല. യു ആർ നോട്ട്, അത് നമ്മളിവിടെ ഉണ്ട്. യു ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഹർ. വി ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഹർ. ഞങ്ങൾ അവളുടെ അത്ര കൃത്യനിഷ്ഠതയുള്ള ആളല്ല. ദേ ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഹർ. അവർ അവളുടെ അത്ര കൃത്യനിഷ്ഠയുള്ള ആളുകളല്ല. ഫ്രണ്ട്സ് ആർ നോട്ട് സോ ആസ് പ്രോംപ്റ്റ് ആസ് ഹർ. ഫ്രണ്ട്സ് അവളുടെ അത്ര കൃത്യനിഷ്ഠതയുള്ള ആളുകളല്ല. ഹീ ഈസ് നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഹർ. അവൻ അവളുടെ അത്ര കൃത്യനിഷ്ഠയുള്ള ആളല്ല. ഷീ ഈസ് നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഹർ. അവൾ അവളുടെ അത്ര കൃത്യനിഷ്ഠയുള്ള ആളല്ല. ഇറ്റ് ഈസ് നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഹർ. അത് അവളുടെ അത്ര കൃത്യനിഷ്ഠതയുള്ള ആളല്ല. ടീച്ചർ ഈസ് നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഹർ. ടീച്ചർ അവളുടെ അത്ര കൃത്യനിഷ്ഠതയുള്ള ആളല്ല. അഞ്ജു ഈസ് നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഹർ. അഞ്ജു അവളുടെ അത്ര കൃത്യനിഷ്ഠയുള്ള ആളല്ല. ഇനി നമ്മൾ ഹെർ മാറ്റിയാണ്. യു ആർ നോട്ട് സോ ആസ് പ്രോംപ്റ്റ് ആസ് ഹെർ എന്നുള്ളത് യു ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് മീ. നീ എൻ്റെ അത്ര കൃത്യനിഷ്ഠയുള്ള ആളല്ല. യു ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് അസ്. നീ ഞങ്ങളുടെ അത്ര കൃത്യനിഷ്ഠയുള്ള ആളല്ല. യു ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ദം. നീ അവരുടെ അത്ര കൃത്യനിഷ്ഠയുള്ള ആളല്ല. യു ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഫ്രണ്ട്സ്. നീ ഫ്രണ്ട്സിൻ്റെ അത്ര കൃത്യനിഷ്ഠയുള്ള ആളല്ല. യു ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഹിം. നീ അവൻ്റെ അത്ര കൃത്യനിഷ്ഠയുള്ള ആളല്ല. യു ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഇറ്റ്. നീ അതിൻ്റെ അത്ര കൃത്യനിഷ്ഠയുള്ള ആളല്ല. യു ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് ഫ്രണ്ട്. നീ ഫ്രണ്ടിൻ്റെ അത്ര കൃത്യനിഷ്ഠയുള്ള ആളല്ല. യു ആർ നോട്ട് സോ പ്രോംപ്റ്റ് ആസ് രഞ്ജിത്ത്. നീ രഞ്ജിത്തിൻ്റെ അത്ര കൃത്യനിഷ്ഠതയുള്ള ആളല്ല. ഇനി ഞങ്ങൾ അവരുടെ അത്ര ചെറുപ്പമല്ല. വി ആർ നോട്ട് സോ യങ് ആസ് ദം. ഞങ്ങൾ അവരുടെ അത്ര ചെറുപ്പമല്ല. ഐ ആം നോട്ട് സോ യങ് ആസ് ദം. ഞാൻ അവരുടെ അത്ര ചെറുപ്പമല്ല. യു ആർ നോട്ട് സോ യങ് ആസ് ദം. നീ അവരുടെ അത്ര ചെറുപ്പമല്ല. ദേ ആർ നോട്ട് സോ യങ് ആസ് ദം. അവർ അവരുടെ അത്ര ചെറുപ്പമല്ല. ഫ്രണ്ട്സ് ആർ നോട്ട് സോ യങ് ആസ് ദം. ഫ്രണ്ട്സ് അവരുടെ അത്ര ചെറുപ്പമല്ല. ഇനി ഞങ്ങൾ അവരുടെ അത്ര ചെറുപ്പമല്ല എന്ന് പറയണം. വി ആർ നോട്ട് സോ യങ് ആസ് ദം. ഇതിൽ വി മാറ്റിയാണ് നമ്മൾ. ഐ ആം നോട്ട് സോ യങ് ആസ് ദം. ഞാൻ അവരുടെ അത്ര ചെറുപ്പമല്ല. യു ആർ നോട്ട് സോ യങ് ആസ് ദം. നീ അവരുടെ അത്ര ചെറുപ്പമല്ല. ഫ്രണ്ട്സ് ആർ നോട്ട് സോ യങ് ആസ് ദം. സുഹൃത്തുക്കൾ അവരുടെ അത്ര ചെറുപ്പമല്ല. ഇനി ദമ്മ് മാറ്റാണ്. വി ആർ നോട്ട് സോ യങ് ആസ് ദം എന്നുള്ളത് ദമ്മ് മാറ്റാണ്. വി ആർ നോട്ട് സോ യങ് ആസ് യു. ഞങ്ങൾ നിൻ്റെ അത്ര ചെറുപ്പമല്ല. വി ആർ നോട്ട് സോ യങ് ആസ് ദം. ഞങ്ങൾ അവരുടെ അത്ര ചെറുപ്പമല്ല. വി ആർ നോട്ട് സോ യങ് ആസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൻ്റെ അത്ര ചെറുപ്പമല്ല ഞങ്ങൾ. വി ആർ നോട്ട് സോ യങ് ആസ് ഹിം. ഞങ്ങൾ അവൻ്റെ അത്ര ചെറുപ്പമല്ല. വി ആർ നോട്ട് സോ യങ് ആസ് ഹർ. ഞങ്ങൾ അവളുടെ അത്ര ചെറുപ്പമല്ല. വി ആർ നോട്ട് സോ യങ് ആസ് ഇറ്റ്. ഞങ്ങൾ അതിൻ്റെ അത്ര ചെറുപ്പമല്ല. വി ആർ നോട്ട് സോ യങ് ആസ് ഫ്രണ്ട്. ഫ്രണ്ടിൻ്റെ അത്ര ചെറുപ്പമല്ല ഞങ്ങൾ. വി ആർ നോട്ട് സോ യങ് ആസ് ബൈജു. ഞങ്ങൾ ബൈജുവിൻ്റെ അത്ര ചെറുപ്പമല്ല. അപ്പം നമ്മൾ ഇവിടെ എത്ര ശ്രദ്ധിക്കേണ്ടുള്ളൂ, അത്ര അല്ല എന്ന് പറയാൻ നോട്ട് സോ ആസ്, അതേപോലെയാണെന്ന് പറയാൻ ആസ്. ഓക്കെ, കുറച്ച് വാക്കുകൾ നമുക്ക് എടുത്തിട്ട് വായിക്കാം. റോങ് തെറ്റ്,
ആസ് റോങ് ആസ് അത്ര തന്നെ തെറ്റാണ്. നോട്ട് സോ റോങ് ആസ് അത്ര തെറ്റല്ല. റൈറ്റ് ആസ് റൈറ്റ് ആസ് അത്ര തന്നെ ശരിയാണ്. നോട്ട് സോ റൈറ്റ് ആസ് അത്ര ശരിയല്ല. ബാഡ് ആസ് ബാഡ് ആസ് അത്ര തന്നെ മോശമാണ്. നോട്ട് സോ ആസ് ബാഡ് ആസ് അത്ര മോശമല്ല. തിക്ക് ആസ് തിക്കാസ് അത്ര തന്നെ തിക്കുണ്ട്. നോട്ട് സോ ആസ് തിക്കാസ് അത്ര തിക്കല്ല. ഫുള്ള് ആസ് ഫുള്ളാസ് അത്ര പൂർണ്ണമാണ്. നോട്ട് സോ ആസ് ഫുള്ളാസ് അത്ര ഫുള്ളല്ല, പൂർണ്ണമല്ല. ഇരുട്ട് ആസ് ഡാർക്കാസ് അത്ര തന്നെ ഇരുട്ടാണ്. നോട്ട് സോ ആസ് ഡാർക്കാസ് അത്ര തന്നെ ഇരുട്ടല്ല. അടുത്താണ് ആസ് ക്ലോസാസ് അത്രയും അടുത്താണ്. നോട്ട് സോ ആസ് ക്ലോസാസ് അത്ര അടുത്തല്ല. ക്ലിയർ അത്ര ആസ് ക്ലിയർ ആസ് അത്രയും വ്യക്തമാണ്. നോട്ട് സോ ആസ് ക്ലിയർ ആസ് അത്ര വ്യക്തമല്ല. ടെൻഡർ ആസ് ടെൻഡർ ആസ് അത്രയും മൃദുലമാണ്. നോട്ട് സോ ആസ് ടെൻഡർ ആസ് അത്ര മൃദുലമല്ല. ഹാപ്പി സന്തോഷം ആസ് ഹാപ്പി ആസ് അത്ര തന്നെ സന്തുഷ്ടനാണ്. നോട്ട് സോ ഹാപ്പി ആസ് അത്ര സന്തുഷ്ടനല്ല. ഡീസൻറ്റ് അത്രയും മാന്യനാണ്. നോട്ട് സോ ഡീസൻ്റ് ആസ് അത്ര മാന്യനല്ല. അപ്പം നമ്മൾ അതേപോലെയാണെന്ന് പഠിക്കാനും അത്ര അങ്ങോട്ടില്ല എന്ന് പറയാനും നമ്മൾ പഠിച്ചു. ഇനി ഏറ്റവും സുപ്പീരിയർ ലെവലിൽ പറയേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ അയാളേക്കാൾ വണ്ണമുള്ളവനാണ്, ഞാൻ അവളേക്കാൾ വണ്ണമുള്ളവനാണെന്ന് പറയണം. ഐ ആം ഫാറ്റർ ദാൻ ഹർ, ഞാൻ അവളേക്കാൾ വണ്ണമുള്ളവനാണ്. ഐ ആം ഫാറ്റർ ദാൻ ഹർ. നമുക്കത് ഐ വെച്ചിട്ട് ഐനെ മാറ്റിയിട്ട് നമുക്ക് പറയാം യു ആർ ഫാറ്റർ ദാൻ ഹർ, നീ അവളേക്കാൾ വണ്ണമുള്ളവനാണ്. വി ആർ ഫാറ്റർ ദാൻ ഹർ, ദേ ആർ ഫാറ്റർ ദാൻ ഹർ, ഫ്രണ്ട്സ് ആർ ഫാറ്റർ ദാൻ ഹർ, he is fatter than her, she is fatter than her, it is fatter than her, teacher is fatter than her, Baiju is fatter than her. ഇനി നമ്മൾ ഹെർ മാറ്റിയാണ്. ഐ ആം ഫാറ്റർ ദാൻ ഹെർ എന്നുള്ളത് ഐ ആം ഫാറ്റർ ദാൻ യു, ഞാൻ എന്നേക്കാൾ ഉള്ളവനാണ്. ഐ ആം ഫാറ്റർ ദാൻ ദം, ഐ ആം ഫാറ്റർ ദാൻ ഫ്രണ്ട്സ്, ഐ ആം ഫാറ്റർ ദാൻ ഹിം, ഐ ആം ഫാറ്റർ ദാൻ ഹെർ, ഐ ആം ഫാറ്റർ ദാൻ ഇറ്റ്, ഐ ആം ഫാറ്റർ ദാൻ ഫ്രണ്ട്, ഐ ആം ഫാറ്റർ ദാൻ ബൈജു. ഇനി അതേപോലെ തന്നെ ഈ പുസ്തകങ്ങൾ അതിനേക്കാൾ അവയേക്കാൾ വില കുറഞ്ഞതാണ്. ദീസ് ബുക്സ് ആർ ചീപ്പർ ദാൻ ദോസ്, ദീസ് ബുക്സ് ആർ ചീപ്പർ ദാൻ ദോസ്. ഇനി അതേപോലെ അവൻ്റേത് എൻ്റേതിനേക്കാൾ ചെറുതാണ്. ഹിസ് ഈസ് സ്മോളർ ദാൻ മൈൻ, അവൻ്റേത് എൻ്റേതിനേക്കാൾ ചെറുതാണ്. എൻ്റേത് അവരുടേതിനേക്കാൾ മിനുസമുള്ളതാണ്. യുവേഴ്സ് ഈസ് സ്മൂത്തർ ദാൻ ദയേഴ്സ്. അപ്പോൾ ഇനി ഇതിൽ തന്നെ കാറ്റഗറി 2 വരുന്നുണ്ട്. അതായത് ER ചേർത്തിട്ട് കൂടുതലാണെന്ന് പറയുന്നതിന് പകരം മോസ്റ്റ് മോർ വെച്ചിട്ട് പറയുന്നത്. ഉദാഹരണത്തിന്, നീ ഞങ്ങളെക്കാൾ പാരമ്പര്യവാദിയാണ്. യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ മീ, നീ എന്നേക്കാൾ കൂടുതൽ പാരമ്പര്യവാദിയാണ്. അവിടെ കൺസർവേറ്റീവ് എന്ന് പറയില്ല, അതുകൊണ്ടാണ്. യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ മീ, നീ എന്നേക്കാൾ പാരമ്പര്യവാദിയാണ്. അപ്പോൾ നമുക്ക് യു മാറ്റാം. വി ആർ മോർ കൺസർവേറ്റീവ്, ദേ ആർ മോർ കൺസർവേറ്റീവ് ദാൻ മീ, അവരെന്നേക്കാൾ കൂടുതൽ പാരമ്പര്യവാദികളാണ്. പാരൻസ് ആർ മോർ കൺസർവേറ്റീവ് ദാൻ മീ, പാരൻസ് എന്നേക്കാൾ പാരമ്പര്യവാദിയാണ്. ഈസ് മോർ കൺസർവേറ്റീവ് ദാൻ മീ, അവന് എന്നേക്കാൾ കൂടുതൽ പാരമ്പര്യവാദിയാണ്. ഷീ ഈസ് മോർ കൺസർവേറ്റീവ് ദാൻ മീ, അവൾ എന്നേക്കാൾ കൂടുതൽ പാരമ്പര്യവാദിയാണ്. ഇറ്റ് ഈസ് മോർ കൺസർവേറ്റീവ് ദാൻ മീ, അത് എന്നേക്കാൾ പാരമ്പര്യവാദിയാണ്. ടീച്ചർ ഈസ് മോർ കൺസർവേറ്റീവ് ദാൻ മീ, ടീച്ചർ എന്നേക്കാൾ പാരമ്പര്യവാദിയാണ്. ബൈജു ഈസ് മോർ കൺസർവേറ്റീവ് ദാൻ മീ, ബൈജു എന്നേക്കാൾ പാരമ്പര്യവാദിയാണ്. ഇനി നമ്മൾ മീ മാറ്റാണ്. യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ മീ എന്നുള്ള മീ മാറ്റാണ്. യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ അസ്, നീ ഞങ്ങളെക്കാൾ കൂടുതൽ പാരമ്പര്യവാദിയാണ്. യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ അസ്, നീ ഞങ്ങളെക്കാൾ കൂടുതൽ പാരമ്പര്യവാദിയാണ്. യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ മീ ദം, നീ അവരെക്കാൾ പാരമ്പര്യവാദിയാണ്. യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ ഫ്രണ്ട്സ്, നീ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ പാരമ്പര്യവാദിയാണ്. യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ ഹിം, നീ അവനേക്കാൾ പാരമ്പര്യവാദിയാണ്. യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ ഹർ, നീ അവളേക്കാൾ പാരമ്പര്യവാദിയാണ്.
യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ ഇറ്റ്, നീ അതിനേക്കാൾ പാരമ്പര്യവാദിയാണ്. യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ ഫ്രണ്ട്, നീ ഫ്രണ്ടിനേക്കാൾ പാരമ്പര്യവാദിയാണ്. യു ആർ മോർ കൺസർവേറ്റീവ് ദാൻ ബൈജു, നീ ബൈജുവിനേക്കാൾ കൂടുതൽ പാരമ്പര്യവാദിയാണ്. നീ അവരേക്കാൾ ദേഷ്യത്തിലാണ്. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ ദം. ഇനി ആ യു മാറ്റാണ്. ഐ ആം മോർ ഫ്യൂരിയസ് ദാൻ ദം. വി ആർ മോർ ഫ്യൂരിയസ് ദാൻ ദം. ദേ ആർ മോർ ഫ്യൂരിയസ് ദാൻ ദം. ഫ്രണ്ട്സ് ആർ മോർ ഫ്യൂരിയസ് ദാൻ ദം. ഹി ഈസ് മോർ ഫ്യൂരിയസ് ദാൻ ദം. ഷീ ഈസ് മോർ ഫ്യൂരിയസ് ദാൻ ദം. ഇറ്റ് ഈസ് മോർ ഫ്യൂരിയസ് ദാൻ ദം. ഫ്രണ്ട് ഈസ് മോർ ഫ്യൂരിയസ് ദാൻ ദം. രഞ്ജിത്ത് ഈസ് മോർ ഫ്യൂരിയസ് ദാൻ ദം. ദമ്മ് മാറ്റാണ് ഇനി നമ്മൾ. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ ദം. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ മീ. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ യു. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ അസ്. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ ദം. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ ഫ്രണ്ട്സ്. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ ഹിം. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ ഹർ. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ ഇറ്റ്. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ ഫ്രണ്ട്. യു ആർ മോർ ഫ്യൂരിയസ് ദാൻ ബൈജു. ഇനി ദിസ് മാൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദാറ്റ് മാൻ. ഈ ആള് അവനേക്കാൾ പ്രധാനിയാണ്, മോർ ഇമ്പോർട്ടൻറ്റ്. ഇനി മൈൻ ഈസ് മോർ റീസൺ ദാൻ യുവേഴ്സ്. എൻ്റെത് നിൻ്റെതിനേക്കാൾ പുതിയതാണ്. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് പറയേണ്ടത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി കമ്പാരിസൺ ഏറ്റവും മുകളിൽ നിൽക്കുന്നു എന്ന് പറയണം. ലോകത്തെ ഏറ്റവും മഹാനായ എഴുത്തുകാരൻ, ദ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഇൻ ദ വേൾഡ്. ഗ്രേറ്റസ്റ്റ്. ദ ഫേമസ്റ്റ് പാർട്ട് ഓഫ് ദ ഗ്രൗണ്ട്. ഏറ്റവും ഉറപ്പുള്ള നിലത്തെ ഭാഗം. ദ തിക്കസ്റ്റ് ഫോറസ്റ്റ്. ഏറ്റവും ഇടതൂർന്ന് നിൽക്കുന്ന വനം. ദ ക്ലിയറസ്റ്റ് വാട്ടർ. ഏറ്റവും വ്യക്തതയുള്ള ശുദ്ധമായ വെള്ളം. ദ ടെൻഡറസ്റ്റ് ഹാർട്ട്. ഏറ്റവും മൃദുവായ ഹൃദയം. ദ പ്യൂറസ്റ്റ് ഗീ. ഏറ്റവും ശുദ്ധമായ നെയ്യ്. ദ മാഡസ്റ്റ് റിയാക്ഷൻ. ഏറ്റവും മോശമായ ഭ്രാന്തമായ പെരുമാറ്റം. അപ്പം നമ്മൾ കമ്പയർ ചെയ്യാനുള്ളത് പഠിച്ചു. ഇനി കുറച്ച് വാക്കുകൾ നമ്മൾ ഒരു എലമെൻ്ററി വേർഡ്സ്, നമ്മളൊരു ഡയലോഗ് തുടങ്ങുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് എലമെൻ്ററി വേർഡ്സ് പഠിപ്പിച്ചു തരികയാണ്. സി, ഐ ഹാവ് സീൻ താജ്മഹൽ. ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട്, മുമ്പ് കണ്ടു, ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അതല്ലെങ്കിൽ ഐ ഹാവ് ജസ്റ്റ് സീൻ താജ്മഹൽ. ഞാൻ തൊട്ട് മുമ്പ് താജ്മഹൽ കണ്ടു. ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. ഇനി ആ ഹാവ് വെച്ച് നമുക്ക് മറ്റ് സബ്ജക്ട്സിനെ പറയാം. യു ഹാവ് സീൻ താജ്മഹൽ. വി ഹാവ് സീൻ താജ്മഹൽ. ദേ ഹാവ് സീൻ താജ്മഹൽ. ഫ്രണ്ട്സ് ഹാവ് സീൻ താജ്മഹൽ. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഐ ഹാവ് ഇൻ സീൻ കാശ്മീർ. ഞാൻ കാശ്മീർ കണ്ടിട്ടില്ല. യു ഹാവ് ഇൻ സീൻ കാശ്മീർ. വി ഹാവ് ഇൻ സീൻ കാശ്മീർ. ദേ ഹാവ് ഇൻ സീൻ കാശ്മീർ. ഫ്രണ്ട്സ് ഹാവ് ഇൻ സീൻ കാശ്മീർ. ഇനി ഐ ഹാഡ് അറൈവ്ഡ് UAE ബിഫോർ 2020. ഞാൻ UAEയിൽ 2020 മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാ സബ്ജക്റ്റുമായിട്ട് ചേർത്ത് പറയാം. യു ഹാഡ് അറൈവ്ഡ് UAE ബിഫോർ 2020. വി ഹാഡ് അറൈവ്ഡ് UAE ബിഫോർ 2020. ദേ ഹാഡ് അറൈവ്ഡ് UAE ബിഫോർ 2020. ഫ്രണ്ട്സ് ഹാഡ് അറൈവ്ഡ് UAE ബിഫോർ 2020. Then he had arrived UAE before 2020. She had arrived UAE before 2020. It had arrived UAE before 2020. Teacher had arrived UAE before 2020. Baiju had arrived UAE before 2020. I hadn't met her before marriage. ഞാൻ അവളെ കല്യാണത്തിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. You hadn't met her before marriage. We hadn't met her before marriage. They hadn't met her before marriage. Friends hadn't met her before marriage. He hadn't met her before marriage. She hadn't met her before marriage. It hadn't met her before marriage. Teacher hadn't met her before marriage. Baiju hadn't met her before marriage. ഇനി അതേപോലെ I have a home. എനിക്കൊരു വീടുണ്ട്. You have a home. We have a home. They have a home. Teachers have a home. ഇനി I haven't a car. എനിക്ക് കാറില്ല. You haven't a car. We haven't a car. They haven't a car. ബോയ്സ് ഹാവിൻ്റെ കാർ. അപ്പോൾ ഐ ഹാവ് എന്ന് പറയുമ്പോൾ എനിക്കൊരു ഉണ്ട്, ഫുൾ വെർബാണ് അവിടെ വരുന്നത്. മറ്റടുത്ത് ഹെൽപ്പിംഗ് വെർബാണ്. അത് വ്യത്യാസം കൂടി മനസ്സിലാക്കാനാണ് ഞാനത് പഠിപ്പിച്ചു തരുന്നത്. ഇനി ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഹാഡ് നേരത്തെ പറഞ്ഞപ്പോൾ ചെയ്ത് പൂർത്തിയായി, ഹെൽപ്പിംഗ് വെർബായിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാനും വരുമ്പോൾ വരും. യു ഹാഡ് എ കാർ. വി ഹാഡ് എ കാർ. ദേ ഹാഡ് എ കാർ. ഫ്രണ്ട്സ് ഹാഡ് എ കാർ. ഹി ഹാഡ് എ കാർ. ഷീ ഹാഡ് എ കാർ. ഇറ്റ് ഹാഡ് എ കാർ. ബോയ് ഹാഡ് എ കാർ. ബൈജു ഹാഡ് എ കാർ. ഐ ഹാഡിൻ്റെ കാർ. എനിക്ക് കാർ ഉണ്ടായിരുന്നില്ല. ഐ ഹാഡിൻ്റെ കാർ. യു ഹാഡിൻ്റെ കാർ. വി ഹാഡിൻ്റെ കാർ.
They had in their car, teachers had in their car, he had in their car, she had in their car, it had in their car, Baiju had in their car, teacher had in their car. Then I have got a good friend. എനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടി. ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടി എന്നാണ്. എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് ഗോട്ട് എ ഗുഡ് ഫ്രണ്ട്. യു ഹാവ് ഗോട്ട് എ ഗുഡ് ഫ്രണ്ട്. വി ഹാവ് ഗോട്ട് എ ഗുഡ് ഫ്രണ്ട്. ദേ ഹാവ് ഗോട്ട് എ ഗുഡ് ഫ്രണ്ട്. ടീച്ചേഴ്സ് ഹാവ് ഗോട്ട് എ ഗുഡ് ഫ്രണ്ട്. ഇനി ഐ ഹാവ് ഗോട്ട് എ സജഷൻ. എനിക്കൊരു നല്ല നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. You haven't got a good suggestion. We haven't got a good suggestion. They haven't got a good suggestion. Friends haven't got a good suggestion. ഇനി ഇതേപോലെ തന്നെ അവൻ അവൾ എന്ന് പറയുമ്പോൾ he has got a good suggestion. She has got a good suggestion. It has got a good suggestion. Friend has got a good suggestion. Then Baiju has got a good suggestion. ഇനി അതേപോലെ തന്നെ I have seen Taj Mahal. He has seen Taj Mahal. She has seen Taj Mahal. It has seen Taj Mahal. Baiju has seen Taj Mahal. Teacher has seen Taj Mahal. I haven't seen Taj Mahal. You haven't. He hasn't seen Taj Mahal. She hasn't seen Taj Mahal. It hasn't seen Taj Mahal. Teacher hasn't seen Taj Mahal. Ranjit hasn't seen Taj Mahal. ഇനി അവൾക്കൊരു കാർ ഉണ്ട്. He has a car. She has a car. It has a car. Teacher has a car. Boy has a car. അല്ലെങ്കിൽ Baiju has a car. ഇനി ഇല്ല. He has in a car. She has in a car. It has in a car. ടീച്ചർ ഹാസിൻ്റെ കാർ, ബൈജു ഹാസിൻ്റെ കാർ. അപ്പോൾ എങ്ങനെ എലമെൻ്ററി വേർഡ്സ് തുടങ്ങുന്നു എന്നതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്.